ഹായ് വെൽക്കം ടു ക്യാമ്പസേഴ്സ്. നമ്മുടെ ചാനലിൽ ഓൺലൈൻ ഡിഗ്രി കോഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാരിൽ നിന്ന് വന്നൊരു ഡൗട്ടാണ് ഓൺലൈനായിട്ട് ഏത് ഡിഗ്രി കോഴ്സാണ് ചെയ്യുന്നത് ബെറ്റർ എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പം ഓൺലൈനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരു ഡിഗ്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കോഴ്സ് വേണം ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും റെഗുലർ ആയിട്ടല്ല കോളേജിൽ പോയി ഡിഗ്രി പഠിക്കുന്നത്, നമ്മൾ ഓൺലൈനോ അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് കോളേജിൽ പോയി ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സ് ആണെങ്കിലും അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം അവർക്കുണ്ട്. പക്ഷേ ഓൺലൈനുകാർക്കോ ഡിസ്റ്റൻ്റുകാർക്കോ അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ +2 ഏത് സബ്ജക്റ്റാണ് പഠിച്ചത് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ പഠിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് ഇപ്പം പൊതുവേ ഞാൻ ഈ ഓൺലൈനിൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരിലൊക്കെ കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ എളുപ്പമാണെന്നും പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ പോരാ. നമ്മളെപ്പോഴും നമ്മുടെ എയിം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ കരിയർ എങ്ങനെ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശത്തോട്ടൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി സാധ്യത ഏറിയ കോഴ്സ് ഏതാണ്, അങ്ങനെ നോക്കി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കോഴ്സ് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവൂ. എന്തായാലും നമ്മൾ 3 വർഷം പഠിക്കുന്നുണ്ട്, 3 വർഷം പഠിച്ച് എക്സാം എഴുതി തന്നെയാണ് പാസ്സാവുന്നത്. അപ്പം നിങ്ങൾ വെറുതെ ഒരു ഡിഗ്രിക്ക് പകരം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡിഗ്രി തന്നെ ചൂസ് ചെയ്യുക. ഓൺലൈനായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പല ഡിഗ്രി കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, BA സൈക്കോളജി, BA ഇംഗ്ലീഷ്, അതുപോലെ BBA അതിൻ്റെ കൂടെ സ്പെഷ്യലൈസേഷൻസ്, BCA അതിൻ്റെ കൂടെ സ്പെഷ്യലൈസേഷൻസ്, BCom, അങ്ങനെ ഒരുപാട് ഡിഗ്രീസ് ഇപ്പോൾ ഉണ്ട്. ഇതിൽ ബെറ്റർ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സസ് എന്ന് പറയുന്നത് BBA, BCA, BCom ഈ 3 കോഴ്സസ് ആണ്. അതിൽ BCA എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് IT ഫീൽഡ്. ഓരോ ദിവസവും IT ഫീൽഡിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ്ഡ് ആണ് ഇപ്പോൾ. അതുമാത്രമല്ല ഇപ്പോൾ IT ഫീൽഡിൽ ഓരോരോ പുതിയ പുതിയ കമ്പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ IT ഫീൽഡിൽ ജോലി സാധ്യതകളും അത്രത്തോളം ഉണ്ട്. ഇപ്പോൾ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല ഹൈ സാലറീഡ് ജോബ്, അതായത് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല ഹൈ പെയ്ഡ് ജോബ് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് IT ഫീൽഡിലുണ്ട്. ഇപ്പോൾ വേറെ പല കോഴ്സസ് പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഈ IT ഫീൽഡിലെ ജോബ് വേക്കൻസീസ് മനസ്സിലാക്കി പല സർട്ടിഫിക്കേഷൻ കോഴ്സും പഠിച്ച് IT ഫീൽഡിലോട്ട് വരുന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. BCA എന്ന് പറയുന്നതും IT ഫീൽഡിലേക്കുള്ളൊരു എൻട്രി ലെവൽ ബാച്ചിലർ കോഴ്സാണ്. അപ്പം അതായത് ഈ BSc കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്ന ട്രഡീഷണൽ കോഴ്സിൽ നിന്ന് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ളൊരു കോഴ്സാണ് BCA, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പല യൂണിവേഴ്സിറ്റീസും ഈ BCAയുടെ കൂടെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു കോഴ്സാണിത്. അപ്പം നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ മോഡേൺ സിലബസ് ആയിരിക്കും BCAയുടേത്. അത് നിങ്ങളുടെ ഈ IT ഫീൽഡിലോട്ടുള്ള ജോലി സാധ്യതകളും കൂട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഇത് പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ മറ്റു കോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പഠിക്കാനുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ടെക്നിക്കലി ചിന്തിക്കാനൊക്കെ കഴിവുള്ള കുട്ടികൾക്കാണെങ്കിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് കൂടിയാണിത്. പിന്നീടുള്ള 2 കോഴ്സസ് ആണ്, അതായത് ഇപ്പം BCA പോലെ തന്നെ പിന്നെ ജോലി സാധ്യത കൂടിയ 2 കോഴ്സസ് ആണ്. ഒന്ന് BComഉം അതുപോലെ തന്നെ BBAയും. ഇപ്പോൾ ഈ BCom എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് കോഴ്സാണ്. ഇപ്പോൾ ട്രഡീഷണൽ കോഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോഴും BComന് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. കാരണം ഇനി ഏതൊരു കമ്പനി ആണെങ്കിലും അതിൻ്റെ അക്കൗണ്ടിങ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ BCom പഠിച്ച കാൻഡിഡേറ്റ്സ് തന്നെ ആവശ്യമാണ്. അതുപോലെ ഈ BComൻ്റെ കൂടെ എന്തെങ്കിലും സ്പെഷ്യലൈസേഷനോ അല്ലെങ്കിൽ അഡീഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ BComൻ്റെ വാല്യൂ ഒന്നും കൂടി കൂടുകയും ജോലി സാധ്യതയും അതുപോലെ നല്ല ഹയർ സാലറി ഓപ്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ഈ BComൽ നിന്ന് വന്ന കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ളൊരു സിലബസ് ആണ് BBAയുടേത്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. BBA എന്ന് പറയുമ്പം കൂടുതലും ഓഫീസ് മാനേജ്മെന്റ് പോലുള്ള മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളാണ് BBAയുടെ സിലബസിൽ കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ BCom ആണെങ്കിലും BBA ആണെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബാണ് ഇത് രണ്ടും പഠിച്ചാൽ ലഭിക്കുന്നത്.
എങ്കിലും BBA എന്ന് പറയുന്നത് കുറച്ചുകൂടി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സർവീസ് കമ്പനി ആണെങ്കിലും അതിൻ്റെ എല്ലാം ബാക്ക് എൻഡിൽ വരുന്ന മാനേജ്മെൻറ്റ് ജോലികൾ ചെയ്യാനായിട്ട് ഈ BBA പഠിച്ച സ്റ്റാൻഡേർഡ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി BBA പഠിച്ച സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BCom പോലെ അത്രയും റിസ്ക് ആയിട്ടുള്ള ജോബല്ല, അക്കൗണ്ടിങ് പോലെ അത്രയും റിസ്ക് ആയിട്ടുള്ള ജോബല്ല, ടെക്നിക്കൽ ജോബല്ല. ഇത് കൂടുതലും സ്റ്റാഫ് മാനേജ്മെൻറ്റ് അങ്ങനെ മാനേജ്മെൻറ്റ് ജോബാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ജോബല്ല, ആർക്ക് വേണമെങ്കിലും കുറച്ച് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ജോബ് കൂടിയാണ്. അത് മാത്രമല്ല നല്ല വൈറ്റ് കോളർ ജോബാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ നല്ല ഹയർ സാലറി ഓപ്ഷനുള്ള ജോബ്സ് അവൈലബിൾ ആണ് BBA കാൻഡിഡേറ്റ്സിന്. നാട്ടിലാണെങ്കിലും നല്ല നല്ല കമ്പനികളിൽ നല്ല സാലറി BBA പഠിച്ച സ്റ്റുഡൻസിനുണ്ട്. ഇപ്പോൾ BBAയുടെ കൂടെ ആണെങ്കിലും പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളും അതുപോലെ സ്പെഷ്യലൈസേഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷനും സർട്ടിഫിക്കേഷൻ കോഴ്സൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ BBAയുടെ തന്നെ പല പല മേഖലകളിലോട്ട് ഇവർക്ക് മാറിപ്പോകാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ജോബ് വേക്കൻസിയും സാലറി ഓപ്ഷൻസ് ഒക്കെ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൂന്നും, അതായത് ഈ BBA, BCA, BCom എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിലായാലും അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിലും ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ഹയർ സാലറി ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ജോബ് വേക്കൻസീസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള 3 കോഴ്സസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ കോഴ്സസോ സ്പെഷ്യലൈസേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പം ഈ കോഴ്സസ് പഠിക്കാനായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ പല യൂണിവേഴ്സിറ്റീസും പ്ലേസ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റീസും സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. ഇതുകൂടാതെ മറ്റ് കോഴ്സസും ഉണ്ട്. അപ്പോൾ ആ കോഴ്സസ് എന്ന് ഇപ്പോൾ BA കോഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BA സോഷ്യോളജി അല്ലെങ്കിൽ BA സൈക്കോളജി അങ്ങനത്തെ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ അത് ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ, അത് പഠിക്കാൻ ഇഷ്ടമാണ്, അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് ടീച്ചിങ് പ്രൊഫഷനിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ആ കോഴ്സ് ഒബ്വിയസ്ലി ചൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ജോലി സാധ്യത, നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ ബേസ് ചെയ്ത് നല്ല ജോലി സാധ്യത നൽകുന്ന കോഴ്സസാണ് ഞാൻ ഈ പറഞ്ഞ 3 ഡിഗ്രി കോഴ്സസ് BBA, BCA, BCom എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ഏറ്റവും നല്ല വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന, നല്ല പ്ലേസ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല യൂണിവേഴ്സിറ്റീസ് നോക്കി ചൂസ് ചെയ്ത് പഠിക്കുക. കോഴ്സസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓൺലൈൻ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.